ഇതല്ലല്ലോ ഇടതുപക്ഷമെന്ന് ഈ ഭരണകൂടവും മുഖ്യമന്ത്രിയും എത്ര തവണ പറയിപ്പിച്ചു. എണ്ണിയെടുക്കാനാകുന്നതിലും എത്രയോ അധികമാണെന്ന് ഉറപ്പിച്ചു പറയാം. അതിൽ ഏറെയും പോലീസിന്റെ ചെയ്തികൾ കൊണ്ടുണ്ടായതാണെന്നും എളുപ്പത്തിൽ പറയാം. അപ്പോൾ പോലീസിന്, ആഭ്യന്തര വകുപ്പിന് ഒരു ഉപദേശകൻ അത്യാവശ്യമല്ലേ? തീർച്ചയായും ഒരു ഉപദേശകൻ കൂടിയേ തീരൂ. എന്നാൽ അത് രമൺ ശ്രീവാസ്തവയായാലോ? അപ്പോൾ മുഖ്യമന്ത്രിയോട് ഒന്നുകൂടി ഉറക്കെ പറയേണ്ടി വരുന്നു, ഇടത് സർക്കാരിനെ ഉപദേശിക്കാൻ ശ്രീവാസ്തവയ്ക്കുള്ള യോഗ്യത എന്താണ്? അതെ, രമൺ ശ്രീവാസ്തവ ഈ ആഭ്യന്തര വകുപ്പിനല്ല, പോലീസിന്റെ കാര്യങ്ങളിൽ സഹായിക്കാൻ ഒരു നിശ്ചയിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, നമ്മൾ ഒരു ഉപദേശകന്മാരുണ്ടാകുന്നത് നല്ലതല്ലേ? ശരി ശരി. ഉപദേശകർ നല്ലത് തന്നെ. എന്നാൽ ഈ പുതിയ ഉപദേശകന്റെ പേര് കേൾക്കുമ്പോൾ ഓർമ്മയിലെത്തുന്ന വാചകം ഇതാണ്: ഐ വാണ്ട് ഡെഡ് ബോഡീസ് ഓഫ് ഓൾ മുസ്ലിം ബാസ്റ്റേഡ്സ്. 1991 ഡിസംബർ 15 പാലക്കാട് പുതുപ്പള്ളി തെരുവിലെ സിറാജുന്നീസ എന്ന 11-കാരിയെ വെടിവെച്ചു വീഴ്ത്താൻ പോലീസിന് പ്രചോദനമായത് വയർലെസിലൂടെ ഒഴുകിയെത്തിയ അന്നത്തെ പാലക്കാട് IG രമൺ ശ്രീവാസ്തവയുടെ ഈ ആക്രോശമാണ്. സർ, ഇവിടെയെല്ലാം നിയന്ത്രണ വിധേയമാണല്ലോ എന്ന് അന്നത്തെ ഷൊർണൂർ ASP B സന്ധ്യ തിരിച്ചു പറഞ്ഞിട്ടും ശ്രീവാസ്തവ ഇതുതന്നെ ആക്രോശിച്ചുവെന്നും അനന്തരം മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി പിടഞ്ഞു വീണു എന്നതും ചരിത്രം പറയുന്നു. പിൽക്കാലം ആ കൊച്ചു പെൺകുട്ടിയെ, 6ാം ക്ലാസ്സുകാരിയെ, ബ്രാഹ്മണ അഗ്രഹാരം കത്തിക്കാനെത്തിയ കലാപകാരിയാക്കി പോലീസ് കൈകഴുകി എന്നത് അതിശയോക്തികൾ ഏതുമില്ലാത്ത പാപപർവം. അന്ന് കലക്ടറുടെ യോഗത്തിൽ പങ്കെടുത്ത TM ജേക്കബ് ഇന്ന് ഇതൊന്നും ഓർത്തു പറയാൻ ഇല്ലെങ്കിലും പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ചാരൻ വാസ്തവയെ സംരക്ഷിക്കുന്ന ചാരൻ മുഖ്യൻ രാജിവെക്കുക എന്ന് അന്ന് അതിന്റെ പേരിൽ മുഷ്ടി ചുരുട്ടി കരുണാകരൻ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച CPM ഇന്ന് ഇതൊന്നും ഓർത്തുവെക്കുന്നില്ലെങ്കിലും ഒരു കാലത്തും മറവിയിലാണ്ടുപോകാൻ അനുവദിക്കപ്പെടാത്ത മുറിപ്പാട് തന്നെയാണിത്. മറവിയും മൌനവുമാണ് രാഷ്ട്രീയക്കാർക്ക് എന്നും മൈലേജ് ഉണ്ടാക്കുക. ജോൺ കെന്നത്തിന്റെ പരിഹാസം പോലെ ഓർമ്മ എത്ര ചെറുതാകുന്നോ അത്രയും അഭിനന്ദനം ആ നേതാവ് അർഹിക്കുന്നു. എന്നാൽ എല്ലാവരും മറവിയിലാണ്ടവരെന്ന് മുഖ്യമന്ത്രി കരുതരുത്. അധികാരമേറ്റ ആദ്യ നാളുകളിൽ ഏറെ പ്രതീക്ഷ തന്ന ഒരു പ്രസംഗമുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? പോലീസിലെ RSS നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കും എന്ന വീരവാദം. എന്തിന് ഇക്കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും അത് അഭിമാനത്തോടെ ആവർത്തിക്കുന്നുണ്ടായിരുന്നില്ലേ? ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലൊക്കെ RSSന് വ്യത്യാസമുണ്ട് എന്നുള്ളത് ശരിയാണ്. RSSന്റെ സൈദ്ധാന്തികൻ പറഞ്ഞല്ലോ അതിനെപ്പറ്റി. അത് നമുക്ക് ഇവിടെയില്ല. ഇവിടെ ഉത്തരേന്ത്യക്കാരായാലും ദക്ഷിണേന്ത്യക്കാരായാലും എല്ലാവരും സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവർ സർക്കാർ പറയുന്നത് കാര്യങ്ങൾ നടപ്പാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. സർക്കാരിന്റെ പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്ക് അനുസൃതമായി മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അതാണ് വസ്തുത. സേനയിൽ അത്തരം ആളുകളുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് സ്വാഭാവികമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സെൻട്രൽ ഈ RSSന്റേതായ ശ്രമങ്ങൾ പലതരത്തിൽ നടക്കും. നമ്മൾ കാണാതിരിക്കേണ്ടതായിട്ടില്ല. അത് പലതരത്തിൽ നടന്നു വരും. അധികാരമേറ്റ നാൾ മുതൽ ആവർത്തിച്ച പോലീസിലെ ബാധയൊഴിപ്പിക്കലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് പോട്ടെ, ഒരു ബോധവുമില്ലാതെ പോലീസ് പരാക്രമികളാകുകയും ചെയ്തു. പറഞ്ഞു മടുത്ത പരമ്പരകൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ എത്രയുണ്ട് സർ? കോടതി മുറിയിലെ അഭിഭാഷക ആക്രമങ്ങളിൽ, നിലമ്പൂരിലെ മാവോ വേട്ടയിൽ, കൊച്ചിയിലെ ശിവസേനന്മാരുടെ വിളയാട്ടത്തിൽ, കുഞ്ഞു കരച്ചിലുയർന്ന കുണ്ടറയിൽ, ഒടുവിൽ സമരക്കാരുടെ നോട്ടം വീഴാൻ പോലും പാടില്ല എന്ന തിട്ടൂരം കേട്ട DGPയുടെ ശ്രീകോവിലിന് മുന്നിൽ. വീണിടമെല്ലാം പോലീസ് വിഷ്ണുലോകമാക്കിയത് ഈ ഒരു 10 മാസക്കാലയളവിൽ എത്രമാത്രം നാം കണ്ടു. ഇനി ഇതൊന്നും ഏറ്റുപറയുന്നില്ലെങ്കിലും ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഈ ഉപദേശക നിയമനത്തിലൂടെ ഉന്നം വെക്കുന്നതെങ്കിൽ എന്തിനാണ്, ആർക്കാണ് രമൺ ശ്രീവാസ്തവ തന്നെ ഉപദേശിക്കണം എന്ന നിർബന്ധം? ഈ എത്തുന്ന ഉപദേശക പടയെല്ലാം വലിയ ഉദാരമനസ്കരാണ് എന്നുകൂടിയിരിക്കെ, പ്രതിഫലേച്ഛ ഒട്ടുമില്ലാത്ത പ്രതിഭകളാണ് എന്നിരിക്കെ, നിയമന രീതികളിൽ വലിയ ചട്ടങ്ങളൊന്നും ചിന്തിക്കേണ്ട എന്നുമിരിക്കെ, വാസ്തവയല്ലാതെ വാഴിക്കാൻ ആരും തന്നെ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഒരു പരിശോധനയ്ക്ക് ഇപ്പൊ പോകുന്ന പ്രശ്നമില്ല.
ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യരെടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോ ഈ ഗവൺമെന്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പൊ പോകുന്ന പ്രശ്നമില്ല. അതാണ് അതൊക്കെ ആവശ്യങ്ങളല്ലേ, അങ്ങനെ പല ആവശ്യം വരൂല്ലേ, അത് വേറെ കാര്യം. ഇതേതോ ഒരു പിള്ളയുടെ കാര്യം പറഞ്ഞില്ലേ, നടരാജപിള്ള. ആ നടരാജപിള്ളയുടെ ഭൂമി ഈ സർക്കാരോ ഇതിനു മുമ്പിലുള്ള സർക്കാരുകളോ എടുത്തതല്ല, CP രാമസ്വാമിയുടെ കാലത്ത് എടുത്തു എന്ന് പറയുന്നതാണ്. മുഖ്യമന്ത്രിയിൽ മറവിയുടെ അസുഖം ആദ്യം കണ്ടത് ഈ വാർത്താ സമ്മേളനത്തിലാണ്. അതുവിടാം. പറഞ്ഞു വന്നത് ഒരു പോലീസ് ഉപദേശകൻ ആവശ്യമായി വരുമ്പോൾ എങ്ങനെയാണ് രമൺ ശ്രീവാസ്തവയുടെ മുഖം ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ എത്തുന്നു എന്നതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് RB ശ്രീകുമാറിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിക്കോ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങൾക്കോ ഓർത്തെടുക്കാനാകാത്തത്? ഇരട്ടച്ചങ്കനെന്ന് ആരും വിളിച്ചില്ലെങ്കിലും ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകളിൽ ഇരട്ടച്ചങ്കുള്ളവർ ഒരുപാടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ടോ? എന്തിന് സർക്കാരിനെതിരെ ഒരു ഗൂഢാലോചനയും നടത്താത്ത പാർട്ടി പത്രം ഒരു വേള ഒരുപാട് മഷിയും ഒരുപാട് കോളവുമെല്ലാം ശ്രീകുമാർ എന്ന ഉദ്യോഗസ്ഥന്റെ ചങ്കുറപ്പ് പറയാൻ മാറ്റിവെച്ചിട്ടും ഇത്തരമൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് രമൺ ശ്രീവാസ്തവയ്ക്ക് നറുക്കുവീഴുന്നത്? ശ്രീകുമാർ മാത്രമല്ല, നട്ടെല്ലുള്ള നിലപാട് പറഞ്ഞ സഞ്ജയ് ഭട്ടുമാർ, രാഹുൽ ശർമ്മമാർ എത്രയുണ്ട് ഇവിടെ. രമൺ ശ്രീവാസ്തവ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് K കരുണാകരനും ഹൈറുന്നീസയും ഒക്കെയാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ ആരാണ് ഉപദേശിക്കുന്നത് എന്ന് തീരുമാനിക്കാനുള്ള മിനിമം സ്വാതന്ത്ര്യമെങ്കിലും നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിക്കട്ടെ, അദ്ദേഹത്തിന് ആരാണ് ഉപദേശിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. കാനം കനലാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഒരു ഭരണകൂടമാകാൻ എളുപ്പമാണെന്നും ഇടതുപക്ഷ ഭരണകൂടമാകാൻ ഏറെ പ്രയാസമാണെന്നും എല്ലാം ശരിയാക്കാൻ ഇറങ്ങിയവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ഉപദേശിയുടെ റോൾ എന്ത് എന്നതും നിർവചിക്കപ്പെടേണ്ടതാണ്. ബെഹ്റയ്ക്ക് കളമൊഴിയേണ്ടി വന്നാൽ ആ ഇടം നികത്താൻ കേന്ദ്രം കണ്ട കെട്ടിയിറക്കലാണോ ഇത്? അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളാണോ മുന്നണി ചെയ്യുന്നത് എന്ന പഴയ CPI സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം പോലെ അഡ്ജസ്റ്റ്മെന്റ് നിയമനമാണോ ഇത്? ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല. കാരണം വർഗീയത വിളമ്പി രുചിച്ച് വളർന്നവർക്ക് ചുവന്ന പരവതാനി വിരിച്ച് ഈ സർക്കാർ അല്ല, ഈ ഇടതർ ഇതെങ്ങോട്ടാണ് എന്ന ചോദ്യം ന്യായം മാത്രമാണ്. ഇന്നത്തെ സ്ഥിതിയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കാൻ നന്നായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഉപദേഷ്ടാവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ആ നിയമനത്തിനകത്ത് യാതൊരുവിധ അപാകതയുമില്ല. പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് പരിശോധിച്ചാൽ ഒരാളെയും ഒരു സ്ഥാനത്തേക്ക് നമുക്ക് നിശ്ചയിക്കാൻ കഴിയാതെ പോകും. ഉപദേശകരുടെയും ഉപഗ്രഹങ്ങളുടെയും ഇടയിലല്ലാത്ത ഇടവേളകളിൽ മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും TD രാമകൃഷ്ണന്റെ സിറാജുന്നിസയെ വായിക്കണം. അതല്ലെങ്കിൽ സവാദ് റഹ്മാന്റെ ഇവിടെ ഒരു പെൺകുട്ടി മണ്ണുവാരി കളിച്ചിരുന്നു എന്ന ലേഖനം വായിക്കണം. അതില്ലെങ്കിൽ ഇനിയും ഇതല്ല ഇടതുപക്ഷം എന്ന ഹാഷ്ടാഗുകൾ പെരുകിക്കൊണ്ടേയിരിക്കും. അതോ വർഗീസുമാർ തീവ്രവാദിയും വാസ്തവമാർ വാഴ്ത്തപ്പെട്ടവരുമാകുന്ന കാലത്ത് ഇത്ര പ്രതീക്ഷിച്ചാൽ മതി എന്നാണോ? പറയാതെ വയ്യ വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.